ചടങ്ങിന്റെ അധ്യക്ഷനായ നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അവർകളെ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇവിടെ വേദിയിലും സദസ്സിലും ഉള്ള വളരെ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾ, ഇവിടെ ഇപ്പോൾ ജസ്റ്റ് നൗ സിംഗ പറഞ്ഞതുപോലെ ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രത്തിൽ വളരെ പ്രത്യേകതയുള്ള ചില മൊമെന്റ്സുകളുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന വ്യാവസായിക വളർച്ചയ്ക്ക്, വ്യാപാര വളർച്ചയ്ക്ക്, അതുണ്ടാക്കുന്ന നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിൽ, സാധാരണക്കാരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന വ്യത്യാസത്തിന് ഒരു വലിയ കുതിപ്പ് ഉണ്ടാക്കുന്ന നിമിഷം എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. ജസ്റ്റ് നൗ ബഹുമാനായ CM ഫ്ലാഗ് ഓഫ് ചെയ്തത് 2 ട്രക്ക് ലോഡ് കേരളത്തിന്റെ സാധനങ്ങളാണ്. നേരെ പോകുന്നത് യൂറോപ്പിലേക്കും അതുപോലെ തന്നെയുള്ള ഇതുവരെ നേരെ പോകാൻ പറ്റാത്ത പ്രദേശങ്ങളിലേക്കുമാണ്. എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് നമ്മുടെ ക്യാഷ് പോവും, കയറ് പോവും, ഹാൻഡ്ലൂംസ് പോവും. ഞങ്ങൾ നേരത്തെ ഒരു ഇന്ററാക്ഷനിൽ അവരുമായി ഇരുന്നപ്പോൾ ഞങ്ങൾ അവരോട് റിക്വസ്റ്റ്, ഞാൻ ബഹുമാന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ റോഡ് ഷോ നടത്തണം. കാഷ്യൂവിന് വേണ്ടി, കയറിന് വേണ്ടി, ട്രഡീഷണൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി നമുക്ക് അയക്കാവുന്ന അനവധി സാധനങ്ങളുണ്ട്. അതിന്റെ ഗേറ്റ് വേ ആണിത്. നമുക്കറിയാം, ദുബായ് പോർട്ട് ആ UAEക്ക്, ദുബായിക്ക്, ഗൾഫ് കൺട്രീസിന് ചെയ്ത മഹത്തായ കാര്യം നമുക്കറിയാം. ഇന്നിപ്പോ ഹോർമൂസിൽ ചെറിയൊരു തടസ്സം ഉണ്ടായപ്പോൾ, ഒരു മൊമെന്റ് വ്യത്യാസം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ആശങ്ക നമുക്കറിയാം. അവിടെയുള്ളവർ വിഴിഞ്ഞം പറ്റുമോ എന്ന് നോക്കുകയാണ്. കാരണം വിഴിഞ്ഞത്തുനിന്ന് എളുപ്പമാണ്. ദി ഷോർട്ടസ്റ്റ് റൂട്ട് ടു യൂറോപ്പ്, ദി ഷോർട്ടസ്റ്റ് port to other places. That is what matters, the big cost in export. സാധനത്തിന്റെ മാനുഫാക്ചറിങ്ങിന്റെ കൂടെ ഓപ്പറേഷൻസിന്റെ കോസ്റ്റും കൂടി കൂട്ടുമ്പോഴാണ് സാധനത്തിന്റെ വില വ്യത്യാസപ്പെടുന്നത്. അതാണ് ഓയിലിനും മറ്റു സാധനങ്ങൾക്കും അവിടെ സംഭവിക്കുന്നത് എങ്കിൽ നമ്മുടെ സാധനങ്ങൾക്ക് വരാവുന്ന ഓപ്പർച്യൂണിറ്റി, അവസരം അത് കണ്ട് അതിനനുസരിച്ച് നമ്മൾ ഒരുങ്ങിയാൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ പുതിയ കേരളം പിറക്കും. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന് ഈ വിഴിഞ്ഞത്തും പരിസരത്തുമൊക്കെ ആവശ്യത്തിന് ലോജിസ്റ്റിക് പാർക്കുകളും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അദ്ദേഹം പറയും. ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം രേഖപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ, സാധാരണക്കാരുൾപ്പെടെ ഉള്ള എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം വരുത്താവുന്ന ഒരു നിമിഷമാണ് ഇത്. എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്. വിഴിഞ്ഞം നമുക്ക് തുറന്നു തരുന്ന വിശാലമായ സാധ്യതകളെക്കുറിച്ച് സൂചിപ്പിച്ച ആ വാക്കുകൾക്ക് നന്ദി ബഹുമാനപ്പെട്ട മന്ത്രിയോട്. ഇനി കേരള സർക്കാർ കാണുന്ന ഒരു വലിയ സ്വപ്നത്തിന്റെ ലോഞ്ചാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ 2 കണ്ടെയ്നറുകളുടെ ഫ്ളാഗ് ഓഫ് ഈ വേദിയിൽ എത്തുന്നതിന് മുൻപായി നമ്മുടെ തുറമുഖ വാതിലിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇനി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.